നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ തീരുമാനിച്ചിട്ട് 2 ആഴ്ചയ്ക്കകം പഴയപടിയായി പോയ അനുഭവമുണ്ടോ? ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു, പക്ഷെ ആദ്യ മാസം കഴിയും മുമ്പേ ഉത്സാഹം തണുത്തു. പുസ്തകങ്ങൾ വായിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ആദ്യത്തെ അധ്യായത്തിനപ്പുറം മുന്നോട്ടു പോയില്ല. ഇത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കുറ്റമാണ്. ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല, മറിച്ച് ചെറിയ 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 പ്രവർത്തനങ്ങളിൽ നിന്നാണ് എന്നാണ്. അറ്റോമിക് എന്ന വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത് എന്നാണ്. ഒരു ശീലത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഈ ചെറിയ മാറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ അവ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ദിവസവും 1% മെച്ചപ്പെടുക, ഇത് വളരെ ചെറുതാണെന്ന് തോന്നും. എന്നാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മെച്ചപ്പെട്ടിരിക്കും. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി. ചെറിയ മാറ്റങ്ങൾ സ്ഥിരതയോടെ ചെയ്യുമ്പോൾ അവ അസാധാരണമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു പുസ്തകം എഴുതുക എന്നതല്ല, ഒരു എഴുത്തുകാരനാകുക എന്നതാണ്. ലക്ഷ്യം ഒരു മാരത്തൺ ഓടുക എന്നതല്ല, ഒരു ഓട്ടക്കാരനാകുക എന്നതാണ്. ഈ ഐഡന്റിറ്റി മാറ്റമാണ് യഥാർത്ഥ പരിവർത്തനം. ശീലങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് 4 ഘട്ടങ്ങളുണ്ട്: ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവാർഡ്. ആദ്യം ഒരു സൂചന വരുന്നു. നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണർത്തുന്നു. ആരാണ് മെസ്സേജ് അയച്ചതെന്നറിയണം. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നു, ഫോൺ എടുത്തു നോക്കുന്നു. അവസാനം പ്രതിഫലം ലഭിക്കുന്നു. ആ മെസ്സേജ് കാണുന്നതിന്റെ സംതൃപ്തി. ഈ 4 ഘട്ടങ്ങളാണ് ഓരോ ശീലത്തിന്റെയും പിന്നിൽ. ഒരു നല്ല ശീലം രൂപപ്പെടുത്താൻ ഈ 4 ഘട്ടങ്ങളെയും അനുകൂലമാക്കണം. ഒരു മോശം ശീലം ഇല്ലാതാക്കാൻ ഈ 4 ഘട്ടങ്ങളെയും പ്രതികൂലമാക്കണം. ഇതാണ് ശീലരൂപീകരണത്തിന്റെ അടിസ്ഥാന തത്വം. ഇത് വളരെ ലളിതമാണ്, പക്ഷെ അതിന്റെ ആഴം അളക്കാൻ കഴിയാത്തത്ര വലുതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ പ്രവർത്തനവും ഈ ചക്രത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെരുമാറ്റങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ കഴിയും. നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ആദ്യ നിയമം അത് വ്യക്തമാക്കുക എന്നതാണ്. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ വളരെ കൃത്യമായി പറയണം. ഞാൻ കൂടുതൽ വ്യായാമം ചെയ്യും എന്നത് ഒരു ഉദ്ദേശ്യമല്ല, അതൊരു ആഗ്രഹമാണ്. ഞാൻ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് എന്റെ സ്വീകരണ മുറിയിൽ 20 മിനിറ്റ് യോഗ ചെയ്യും എന്നതാണ് ഒരു വ്യക്തമായ ഉദ്ദേശ്യം. ഇതിനെ ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ എന്ന് വിളിക്കുന്നു. സമയവും സ്ഥലവും കൃത്യമായി നിശ്ചയിക്കുമ്പോൾ അത് ചെയ്യാനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നു. അടുത്തത് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിങ്ങൾ ഇതിനകം ചെയ്യുന്ന ഒരു ശീലത്തിന് മുകളിൽ പുതിയ ശീലം ചേർക്കുക. എന്റെ കാപ്പി കുടിച്ചതിനു ശേഷം ഞാൻ ഒരു പേജ് പുസ്തകം വായിക്കും. ഇവിടെ കാപ്പി കുടിക്കുക എന്നതാണ് പഴയ ശീലം. അതാണ് പുതിയ ശീലത്തിനുള്ള ട്രിഗർ. ഈ രീതിയിൽ പുതിയ ശീലങ്ങൾ പഴയ ശീലങ്ങളുടെ ചുമലിൽ കയറി വളരുന്നു. നിങ്ങളുടെ ദിവസം മുഴുവൻ ഇത്തരം ശീല ശൃംഖലകൾ കൊണ്ട് നിറയ്ക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ യാന്ത്രികമായി നല്ല ദിശയിലേക്ക് നയിക്കും. രണ്ടാമത്തെ നിയമം അത് ആകർഷകമാക്കുക എന്നതാണ്. മനുഷ്യ മസ്തിഷ്കം ഡോപാമിൻ എന്ന രാസവസ്തുവിനാൽ പ്രവർത്തിക്കുന്നതാണ്. എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോൾ മസ്തിഷ്കം ഡോപാമിൻ പുറത്തുവിടുന്നു. ഈ ഡോപാമിനാണ് പ്രവർത്തിക്കാനുള്ള പ്രേരണ. നിങ്ങൾ ഒരു ശീലം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ആകർഷകമാക്കണം. ഇതിനുള്ള ഒരു തന്ത്രമാണ് ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവും ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ഉദാഹരണത്തിന്, ജിമ്മിൽ പോകുമ്പോൾ മാത്രം നിങ്ങളുടെ പ്രിയപ്പെട്ട പോഡ്കാസ്റ്റ് കേൾക്കുക. അങ്ങനെ ജിമ്മിൽ പോകുന്നത് പോഡ്കാസ്റ്റ് കേൾക്കുന്നതിന്റെ ആനന്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വഴി, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പെരുമാറ്റം സാധാരണമായ ഒരു സംസ്കാരത്തിൽ ചേരുക. നിങ്ങൾ ഓട്ടക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓട്ടക്കാരുടെ കൂട്ടായ്മയിൽ ചേരുക. ആ ഗ്രൂപ്പിന്റെ ഭാഗമാകാനുള്ള ആഗ്രഹം ആ പെരുമാറ്റത്തെ ആകർഷകമാക്കുന്നു. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ശീലങ്ങളെ അനുകരിക്കാൻ സ്വാഭാവികമായും പ്രവണത കാണിക്കുന്നവരാണ്. ഈ സാമൂഹിക സ്വാധീനം നിങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. മൂന്നാമത്തെ നിയമം അത് എളുപ്പമാക്കുക എന്നതാണ്. മനുഷ്യർ സ്വാഭാവികമായും ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുക. ഏത് ശീലമാണോ ഏറ്റവും കുറഞ്ഞ ഊർജം ആവശ്യപ്പെടുന്നത്, അതാണ് നമ്മൾ ചെയ്യുക. അതിനാൽ നിങ്ങളൊരു നല്ല ശീലം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കഴിയുന്നത്ര എളുപ്പമാക്കുക. ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ജിം ബാഗ് രാത്രി തന്നെ തയ്യാറാക്കി വാതിൽക്കൽ വയ്ക്കുക. പുസ്തകം വായിക്കണമെങ്കിൽ പുസ്തകം തലയിണയ്ക്ക് അടുത്തു വയ്ക്കുക. പരിസ്ഥിതിയുടെ രൂപകൽപ്പന പ്രധാനമാണ്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നു. അതേസമയം മോശം ശീലങ്ങളെ കഴിയുന്നത്ര ബുദ്ധിമുട്ടാക്കുക. ഫോണിൽ സമയം കളയുന്ന ശീലമുണ്ടെങ്കിൽ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. ഓരോ പ്രവൃത്തിക്കും ഇടയിൽ ഘർഷണം കൂട്ടുക. മനുഷ്യ മസ്തിഷ്കം ഒരു ഇലക്ട്രോണിക് പോലെയാണ്. അതെപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത തിരഞ്ഞെടുക്കും. നിങ്ങളുടെ ജോലി ആ പാത നന്മയിലേക്കാക്കി മാറ്റുക എന്നതാണ്. 2 മിനിറ്റ് നിയമം എന്നൊരു തത്വം ഇവിടെ പ്രസക്തമാണ്. ഏതൊരു പുതിയ ശീലവും 2 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ചെയ്യാവുന്ന രീതിയിൽ ചെറുതാക്കുക. എല്ലാ ദിവസവും വായിക്കുക എന്നത് ഒരു പേജ് വായിക്കുക എന്നാക്കുക. ആരംഭിക്കുക എന്നതാണ് പ്രധാനം. തുടർന്ന് ആക്കം കൂട്ടുക. 4ാമത്തെ നിയമം അത് സംതൃപ്തികരമാക്കുക എന്നതാണ്. എന്താണോ ഉടനടി പ്രതിഫലം നൽകുന്നത് അത് നമ്മൾ ആവർത്തിക്കുന്നു. എന്താണോ ഉടനടി ശിക്ഷ നൽകുന്നത്
അത് നമ്മൾ ഒഴിവാക്കുന്നു. പരിണാമപരമായി നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉടനടിയുള്ള പ്രതിഫലത്തിന് മുൻഗണന നൽകാനാണ്. എന്നാൽ നല്ല ശീലങ്ങളുടെ പ്രതിഫലം മിക്കപ്പോഴും വൈകിയാണ് ലഭിക്കുക. വ്യായാമത്തിന്റെ ഫലം മാസങ്ങൾക്ക് ശേഷമാണ്. അതിനാൽ നിങ്ങൾ കൃത്രിമമായി ഉടനടിയുള്ള പ്രതിഫലം സൃഷ്ടിക്കണം. ഒരു ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിക്കുക. ഓരോ ദിവസവും ചെയ്ത ശീലം ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്തുക. ആ ശൃംഖല തുടരുന്നത് കാണുന്നത് തന്നെ ഒരു പ്രതിഫലമാണ്. അത് നിങ്ങൾക്ക് നേട്ടത്തിന്റെ ഒരു സംതൃപ്തി നൽകുന്നു. നിങ്ങൾ ഒരിക്കലും ഒരു ശീലം 2 തവണ തുടർച്ചയായി ഒഴിവാക്കരുത്. ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങുക. ഇത് ശീലത്തിന്റെ ഐഡന്റിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണതയല്ല, സ്ഥിരതയാണ്. ശീലങ്ങളുടെ കാര്യത്തിൽ ജനിതക ഘടകത്തിനും ഒരു പങ്കുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകൾക്ക് അനുയോജ്യമായ മേഖലകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ളതായി തോന്നുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. അവിടെയാണ് നിങ്ങളുടെ മത്സരാധിഷ്ഠിത നേട്ടം. നിങ്ങളുടെ ജീൻസിനോട് പൊരുത്തപ്പെടുന്ന ഒരു ഗെയിം കളിക്കുക. ഇത് ശീലം രൂപപ്പെടുത്തുന്നത് വളരെ എളുപ്പമാക്കുന്നു. നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിനെതിരാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ സ്വാഭാവിക പ്രവണതകൾക്കൊപ്പം നീന്തുമ്പോൾ പുരോഗതി അനായാസമായി തോന്നും. ഇതിനർത്ഥം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ ശക്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുക എന്നാണ്. മോശം ശീലങ്ങളിൽ നിന്ന് മോചനം നേടാൻ അവയുടെ മൂലകാരണം കണ്ടെത്തുക. മോശം ശീലങ്ങൾ ഒരിക്കലും ആകസ്മികമല്ല. അവ ഒരു ആവശ്യം നിറവേറ്റുന്നു. പുകവലി സമ്മർദ്ദം കുറയ്ക്കുന്നു. അമിതഭക്ഷണം വിരസത അകറ്റുന്നു. സോഷ്യൽ മീഡിയ ഏകാന്തതയെ മറികടക്കുന്നു. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരോഗ്യകരമായ മറ്റു വഴികൾ കണ്ടെത്തുക. സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പരീക്ഷിക്കുക. വിരസത അകറ്റാൻ ഒരു ഹോബി കണ്ടെത്തുക. ഏകാന്തത മാറ്റാൻ സുഹൃത്തുക്കളുമായി നേരിട്ട് സമയം ചെലവഴിക്കുക. നിങ്ങളൊരു മോശം ശീലം ഇല്ലാതാക്കുമ്പോൾ അതിനു പകരം ഒരു നല്ല ശീലം വയ്ക്കുന്നതാണ് ഉചിതം. ഒരു ശൂന്യത സൃഷ്ടിക്കരുത്. അത് വീണ്ടും പഴയ ശീലത്താൽ നിറയപ്പെടും. പകരം മോശം ശീലത്തിന്റെ ട്രിഗർ തന്നെ ഉപയോഗിച്ച് പുതിയ നല്ല പ്രവർത്തനത്തിലേക്ക് വഴിതിരിച്ചുവിടുക. സുസ്ഥിരമായ മാറ്റത്തിന് ഐഡന്റിറ്റി മാറ്റം അത്യാവശ്യമാണ്. ഓരോ പ്രവൃത്തിയും നിങ്ങൾ ആരാണെന്നതിന്റെ ഒരു വോട്ടാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളൊരു വായനക്കാരനാണെന്നതിന് വോട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങളൊരു അത്ലറ്റാണെന്നതിന് വോട്ട് ചെയ്യുകയാണ്. ഈ ചെറിയ വോട്ടുകൾ കൂടിച്ചേരുമ്പോൾ അവ നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറുന്നു. ഞാൻ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നതിൽ നിന്ന് ഞാനൊരു പുകവലിക്കാരനല്ല എന്നതിലേക്കുള്ള മാറ്റം. ഇത് വാക്കുകളിലെ വ്യത്യാസം മാത്രമല്ല, വിശ്വാസത്തിലെ വ്യത്യാസമാണ്. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റുമ്പോൾ പ്രവൃത്തികൾ യാന്ത്രികമായി പിന്തുടരുന്നു. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ ആരാണെന്ന് വിശ്വസിക്കുന്നത്. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ഈ തലത്തിലാണ്. സ്വയം ചോദിക്കുക, ഞാൻ ആരായിത്തീരാൻ ആഗ്രഹിക്കുന്നു? എന്നിട്ട് ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ ആ വ്യക്തിക്ക് തെളിവ് നൽകിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ വ്യക്തിയെ അവിടെ കാണും. പ്രചോദനം അമിതമായി വിലയിരുത്തപ്പെടുന്നു. പരിസ്ഥിതി പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ ചുറ്റുപാടാണ് നിങ്ങളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്, നിങ്ങളുടെ ഇച്ഛാശക്തിയല്ല. ഒരു മേശപ്പുറത്ത് ഒരു പാത്രം നിറയെ ചിപ്സ് ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എത്ര ഇച്ഛാശക്തിയുള്ളവനാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ആ പാത്രം അടുക്കളയിൽ മറച്ചുവച്ചാൽ സാധ്യത കുറയുന്നു. പരിസ്ഥിതിയാണ് അദൃശ്യമായ കൈ. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായി രൂപകൽപ്പന ചെയ്യുക. നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെങ്കിൽ വ്യായാമ ഉപകരണങ്ങൾ മുറിയുടെ നടുക്ക് വയ്ക്കുക. നിങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ പഴങ്ങൾ ഒരു ഫ്രൂട്ട് ബൗളിൽ മേശപ്പുറത്ത് വയ്ക്കുക. ദൃശ്യമാകുന്നത് ആകർഷകമാകുന്നു, എളുപ്പമാകുന്നു. ഇതാണ് പ്രാക്ടിക്കൽ സൈക്കോളജി. നിങ്ങളുടെ മനസ്സിന്റെ ബലഹീനതകൾക്കെതിരെ പോരാടുന്നതിന് പകരം ആ ബലഹീനതകളെ മറികടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ചുരുക്കത്തിൽ, വിജയം എന്നത് ഒരിക്കലും ഒരു നിമിഷാർദ്ധത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് ആയിരക്കണക്കിന് ചെറിയ തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. നിങ്ങൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഓരോ ചെറിയ തെരഞ്ഞെടുപ്പും അതൊരു കവലയിലെ തിരിച്ചുവിടലാണ്. ഒരു വഴി നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു, മറ്റേത് അകറ്റുന്നു. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഒരു വലിയ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ദിവസവും ചെറിയ തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ്. ചെറിയ മോശം ശീലങ്ങളുടെ സംയോജനം വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നു. അതേസമയം ചെറിയ നല്ല ശീലങ്ങളുടെ സംയോജനം അസാധാരണമായ വിജയം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളെടുക്കുന്ന ആ വലിയ തീരുമാനമല്ല, മറിച്ച് നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ശീലങ്ങൾ എന്താണ് നിങ്ങളോട് പറയുന്നത്? അവ നിങ്ങളെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം കൂടിയാണ്. ഈ പുസ്തക സമ്മറി കേട്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.